ഹലോ ഫ്രണ്ട്സ്, എവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ക്യാൻവയിലെ നമുക്ക് നല്ല രീതിയിൽ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. നമ്മൾ ആദ്യം ക്യാൻവ ഇവിടെ ഓപ്പൺ ചെയ്യാണ്. ക്യാൻവ ഓപ്പൺ ചെയ്യുമ്പം ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരിക. അതിനകത്ത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ക്രിയേറ്റ് എന്നുള്ളൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് വേണ്ട സൈസ്, ഇപ്പോൾ പോസ്റ്ററിൻ്റെ ഏത് സൈസാണ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യാം. ഇതിൽ കുറേ സൈസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കസ്റ്റം ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല നമുക്ക് ഇതിൽ ഏതെങ്കിലും ആണ് എന്നുണ്ടെങ്കിൽ ഇതിൽ എടുത്ത് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ കസ്റ്റം സൈസ് ആണ് കൊടുക്കുന്നത്. ഇതിൽ കസ്റ്റം സൈസ് കൊടുക്കുമ്പോൾ നമ്മളിവിടെ ഈ യൂണിറ്റ്സിൽ പിക്സല്, അതുപോലെ തന്നെ ഇഞ്ച്, മില്ലിമീറ്റർ, സെന്റിമീറ്റർ, ഇങ്ങനെ ഒരു 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്കതിൽ പിക്സലിൽ ചെയ്യാം. ഞാനിവിടെ കൊടുക്കുന്നത് 1080 ആണ് കൊടുക്കുന്നത്. 1080 ഇത് നമ്മളെ ഈ ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സൈസാണ്. ശേഷം നമ്മളിവിടെ ക്രിയേറ്റ് ന്യൂ ഡിസൈൻ കൊടുക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ള സൈസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പരസ്യം, പോസ്റ്റർ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന കണ്ടന്റുകൾ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഫോട്ടോ നമുക്കിത് സെലക്ട് ചെയ്യാം. നമ്മൾ ഫോണ്ട് മാറ്റുന്നതിന് വേണ്ടി ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ ഇത് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് ആവശ്യമുള്ള ഫോണ്ടുകൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കണം. എൻ്റെ സിസ്റ്റത്തിൽ കുറച്ചധികം ഫോണ്ടുകൾ ഉണ്ട്, അതുകൊണ്ടാണ് ഇതിങ്ങനെ കുറെ കാണിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നല്ല മലയാളം ഫോണ്ടുകൾ ഉണ്ട്, നമുക്കത് അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം.
ഇവിടെ MLU അടിച്ചിട്ടുണ്ട്. MLU അതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോണ്ടുകൾ വരുന്നുണ്ട്. ഈ ഒരു ഫോണ്ട് വലിയ കുഴപ്പമില്ലാത്ത ഫോണ്ടാണ്. നമുക്ക് വേറെ ഉണ്ടോ നോക്കാം. അതും കുഴപ്പമില്ല. ഈ ഒരു ഫോണ്ട് ഉപയോഗിക്കാം നമുക്ക് ഏതായാലും. ഇതിൽ ഈ ആശംസകൾ എന്നുള്ളത് നമുക്ക് താഴോട്ട് മാറ്റാം. അതിൽ അപ്ലോഡ് ഫയൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫയലില് എവിടെയാണ് നമ്മൾ ഫോട്ടോ കിടക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. മൈ പിക്ക്. ഉദാഹരണത്തിന് ഞാൻ ഈ ഒരു ഫോട്ടോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഓക്കെ, അത് അപ്ലോഡ് ആയിട്ടുണ്ട്. നമ്മളിവിടെ ഈ എലമെന്റ്സ് ഉണ്ടല്ലോ, അതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ വെക്കാനുള്ള ഫ്രെയിമുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഉദാഹരണത്തിന് ഇപ്പോൾ ഫ്രെയിംസ് നമ്മൾ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള ഫ്രെയിമുകൾ കിട്ടും. ഞാൻ റൗണ്ടാണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ മുകളിൽ കിടക്കുന്നുണ്ട്. ഞാൻ ഈ റൗണ്ടാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ റൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അപ്ലോഡിൽ പോവാം. അപ്ലോഡിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ ഫോട്ടോ ഇവിടെ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത് വെച്ചതുണ്ട്. ആ ഫോട്ടോയിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഇതിലോട്ട് വരും. വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിങ്ങനെ പിടിച്ച് ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ ഈ ഫ്രെയിമിന്റെ മുകളിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഫ്രെയിമിനകത്തിരിക്കും അത്. നമുക്ക് അതിന്റെ സൈസ് ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം, ഒന്ന് താഴോട്ട് ഒന്ന് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, അപ്പൊ കറക്റ്റ് നമ്മൾ ആ ഫ്രെയിമിനകത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിന് നമ്മുടെ ഫ്രെയിമിന് ഒരു സ്ട്രോക്കോ കാര്യങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ഈ ഫോട്ടോയിൽ നിന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ മുകളിൽ എഫക്ട്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. എഫക്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രോക്കുകളൊക്കെ മുകളിൽ കൊടുക്കാൻ കഴിയും. അപ്പൊ ഞാനൊരു വൈറ്റ് സ്ട്രോക്കാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മളിവിടെ സ്ട്രോക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫോട്ടോന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിലും ചെയ്യാം കേട്ടോ. ഈ ഫോട്ടോ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ BG റിമൂവർ എന്നുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ഇതേപോലെ റിമൂവ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വേറെ സെറ്റ് ചെയ്യണമെങ്കിൽ വേറെ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെക്കുന്നുള്ളൂ.
സെലക്ട് ചെയ്യുന്ന അതിന്റെ കളറ് നമ്മൾ വൈറ്റ് തന്നെ കൊടുക്കുന്നു. ആണെങ്കിൽ അതിന്റെ ഫോണ്ടൊക്കെ നമുക്കൊന്ന് മാറ്റം വരുത്താം. അലൈൻമെന്റ് ഒന്ന് കറക്റ്റ് ആക്കി വെക്കുക. നമുക്ക് ഒന്നുകൂടി വേണമെങ്കിൽ സൂം ചെയ്യാൻ വേണ്ടി അടിയിൽ നമുക്ക് ഇതൊന്ന് സൂം ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം കറക്റ്റ് അലൈൻമെന്റിൽ കൊണ്ടുപോയി കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ ഇത്തിരി സെക്കൻഡുകളാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ എലമെന്റുകളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഇതിന് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് ഉണ്ടോ നമുക്ക് ഏത് എലമെന്റ്സുകളും വേണമെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടും. അപ്പൊ അത് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, പെയ്ഡ് വെർഷനിൽ മാത്രമേ ഇതൊക്കെ കിട്ടുള്ളൂ. സാധാരണ നോർമൽ ക്യാൻ വേണമെങ്കിൽ ഇത് കിട്ടാൻ സാധ്യതയില്ല. ഓക്കെ, അപ്പൊ ഈ വർക്കുകള് ഇതിപ്പോ ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ മൊബൈലിലും ക്യാൻവയുടെ വെർഷൻ ഉണ്ട്. ആളുകൾക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വർക്കുകളാണ് ഇതില്. പിന്നെ മലയാളം ആഡ് ചെയ്യണതും അതുപോലെ തന്നെ മലയാളം ടൈപ്പ് ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ നമ്മൾ വേറെ ഒരു ദിവസം കൂടി ചെയ്യുന്നുണ്ട്. അത് മലയാളം എങ്ങനെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ കഴിയുന്നുള്ള ഇത് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുപോലത്തെ വ്യത്യസ്ത വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് ആക്റ്റീവ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യസമയത്ത് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇത് കൂടാതെ നമ്മുടെ ചാനലിൽ ഇനി മുതൽ മറ്റ് ടെക് വീഡിയോസൊക്കെ വരുന്നതാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇത് ഇപ്പം ഏകദേശം ഒരു വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് മാറ്റങ്ങൾ ഇനി വരുത്തുന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്താം. ഇത് ഓരോരുത്തർ ഐഡിയകൾ വെച്ചിട്ടാണ് ഈ എഡിറ്റിംഗ് ചെയ്യേണ്ടത്. ഇതിന്റെ മുകളിൽ വെച്ച ഈ കൊന്നപ്പൂക്കളൊക്കെ നമുക്ക് വേണമെങ്കിൽ സൈസ് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറക്കണമെങ്കിൽ കുറക്കൊക്കെ ചെയ്യാം. ഓക്കെ, ഇത് ഏകദേശം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിവിടെ ഈ മുകളിലത്തെ ഷെയർ ബട്ടൺ നെക്കി കഴിഞ്ഞാല് നമുക്കിവിടെ ഡൗൺലോഡിന്റെ ഓപ്ഷൻ വരും. ഡൗൺലോഡ് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിപ്പോ MP4 കിടക്കുന്നത്. അതായത് ഒരു മോഷൻ വീഡിയോ ആയിട്ടാണ് നമ്മളിത് ഫസ്റ്റ് നമുക്ക് ഇത് കണ്ടത്. അതിന് മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഒരു PNG ഫയലിലേക്കോ അതല്ലെങ്കിൽ JPEG-യിലേക്കോ കൺവേർട്ട് ചെയ്താൽ അപ്പോൾ PNG-യിലേക്ക് കൊടുക്കാം. കൊടുത്തതിന് ശേഷം ഞാൻ ഡൗൺലോഡ് കൊടുക്കുക. ഓക്കെ, ഡൗൺലോഡ് കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇതിവിടെ നേരെ നമ്മളെ സ്റ്റോറേജിൽ പോയിട്ട് ഇവിടെ സ്റ്റോർ ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഡൗൺലോഡ്സ് നേരെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ സ്റ്റോറേജിൽ ഇവിടെ കിടക്കുന്നുണ്ട്. അത് ഡബിൾ ക്ലിക്ക് ചെയ്യാം, ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതപ്പം നമ്മൾ ചെയ്ത വർക്ക്. അപ്പൊ അത് ആർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വർക്കുകളാണ്. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാനും കഴിയും. പിന്നെ അതുപോലെ തന്നെ നമ്മള് ഈ ക്യാൻവയിൽ നിന്ന് എടുക്കുന്ന വർക്കുകൾ നമ്മൾക്ക് ഫോട്ടോഷോപ്പിൽ എങ്ങനെ വർക്ക് ചെയ്യാമെന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോകളൊക്കെ നമ്മൾ ഇതിന്റെ പുറകെ വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ.